എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നും വിശ്വാസികളുടെ ആവശ്യം ഏകീകൃത കുർബാന എന്ന ആവശ്യം ന്യായമാണെന്നുമാണ് വത്തിക്കാന്റെ ഏറ്റവും പുതിയ വിലയിരുത്തൽ. അതാണ് വത്തിക്കാൻ എന്നുള്ള ഏറ്റവും പുതിയ ഹൈലൈറ്റ്. വിമത മെത്രാന്മാർക്കും വിമത വൈദികർക്കും ശക്തി വേണം, അതിന് ആൾബലം കൂട്ടണം. വിമത നേതാക്കളെ അങ്ങനെ നമ്പാനും പറ്റില്ല. അവർ എപ്പോൾ വേണമെങ്കിലും ഈ അച്ഛന്മാർക്കിട്ട് പണി കൊടുക്കാം. മാത്രമല്ല, ശുശ്രൂഷയുടെ കാര്യം വരുമ്പോൾ അവർ അൾത്താരയ്ക്ക് പുറത്തും വൈദികരെപ്പോഴും അൾത്താരയ്ക്ക് അകത്തുമാണ്. അപ്പോൾ ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അകത്ത് മെത്രാന്മാർക്ക് ആൾബലം കൂട്ടണം. അങ്ങനെ സിനഡ് തീരുമാനിച്ചു. എറണാകുളം അതിരൂപതയ്ക്ക് 2 സഹായ മെത്രാന്മാരെയും സഭാകുരിയിലേക്ക് മറ്റൊരു മെത്രാനെ നിയമിക്കാൻ സമയമായിരുന്നു. അതിന് കയ്യോടെ വത്തിക്കാൻ തടയുമിട്ടു. പുതിയ മെത്രാന്മാരെ നിയമിക്കാനുള്ള സിറോ മലബാർ സിനഡ് നീക്കം അങ്ങനെ വത്തിക്കാൻ തക്ക സമയത്ത് തന്നെ വെട്ടി നിരത്തി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തന്റെ നേതൃത്വത്തിൽ സുഗമമായി, സുന്ദരമായി, സുഫലമായി പരിഹരിച്ചെന്ന് വത്തിക്കാനെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ ഇടയിൽ നിന്നും എറണാകുളം രൂപതയ്ക്ക് 3 മെത്രാന്മാർ വേണമെന്ന വിമത വിഭാഗത്തിന്റെ ആ കൊതി, ആഗ്രഹം, അത് സാധിച്ചു കൊടുക്കുക എന്നതായിരുന്നു മാർ ജോസഫ് പാംപ്ലാനിയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം ഒന്ന് പൂർത്തീകരിച്ച് കിട്ടാനായിട്ടായിരുന്നു പാംപ്ലാനി പിതാവ് വെട്ടിയും കിടക്കെ എടുത്തു ചാടി ഡിസംബർ മാസത്തിൽ വത്തിക്കാനിലേക്ക് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് എറണാകുളത്ത് താൻ ചെയ്തത് ഇങ്ങനെയൊക്കെയാണെന്നും അതൊക്കെ പണി ചോദിച്ചു വാങ്ങിയതാണെന്നും പാംപ്ലാനിക്ക് ബോധ്യം വന്നത്. കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായി എറണാകുളം ബസലിക്കയിൽ കുർബാന ആരംഭിച്ചത് മാർ പാംപ്ലാനിയായിരുന്നു. അത് പാംപ്ലാനിക്ക് വിനയമായി. വത്തിക്കാനിൽ ഫോട്ടോ കാണിക്കാനായി പാംപ്ലാനി തന്നെ ആ ബസലിക്കയിലെ കുർബാനയുടെ ചിത്രങ്ങൾ എടുത്തിരുന്നു. പാംപ്ലാനി തന്നെയാണ് ആ കുർബാന ചൊല്ലിയത്. അപ്പോൾ വേലി തന്നെ വിളവ് തിന്നു എന്നാണ് വത്തിക്കാൻ പറഞ്ഞത്. ഫോട്ടോ എടുത്ത് വത്തിക്കാനിൽ സമർപ്പിക്കുകയും ചെയ്തു. അതിലാണ് പിടിവീണത്. മാർപ്പാപ്പയുടെ കൽപ്പനയും കോടതി ഉത്തരവുകളും കാറ്റിൽ പറത്തി. അദ്ദേഹം നടത്തിയ ബസലിക്കയിലെ ആ കുർബാന അർപ്പണം വിശ്വാസികൾ അംഗീകരിച്ചില്ല എന്നതുകൂടി വത്തിക്കാൻ അറിഞ്ഞു. 1 മാസത്തിലധികമായി വിശ്വാസികൾ ഈ കുർബാനയുടെ പേരിൽ രാപ്പകൽ സമരത്തിലാണെന്ന വാർത്തയും പിതാക്കന്മാർക്കൊപ്പം തന്നെ വിമാനമേറി വത്തിക്കാനിലേക്ക് എത്തി. എറണാകുളം രൂപതയിലെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലെന്നും വിശ്വാസികളുടെ ആവശ്യം ഏകീകൃത കുർബാന അടക്കം ന്യായമാണെന്നും അങ്ങനെ വത്തിക്കാൻ ഇപ്പോൾ വിലയിരുത്തുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എറണാകുളത്ത് വിമത വിഭാഗത്തിൽ നിന്നും സഹായ മെത്രാന്മാരെ നിയമിക്കുന്നത് വിമത പ്രവർത്തനങ്ങൾക്ക് എരുതി പകരുമെന്ന് ആക്കം കൂട്ടുമെന്നാണ് വത്തിക്കാന്റെ വിലയിരുത്തൽ. കുരിയയിലേക്ക് സിനഡ് മെത്രാന്മാർ പരിഗണിക്കുന്ന വ്യക്തിയുടെ പേരിൽ 1 2 ധാരാളം ആരോപണങ്ങളുള്ളതും തിരിച്ചടിയായി. ഞായറാഴ്ച നട്ടുച്ച കഴിഞ്ഞിട്ട് 1 പ്രാവശ്യം മാത്രം മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരമുള്ള ഏകീകൃത കുർബാന എന്ന മാർ പാംപ്ലാനിയുടെ സൂത്രവാക്യത്തിലും വത്തിക്കാൻ കടുത്ത അതൃപ്തിയാണ് മുഖത്ത് നോക്കി രേഖപ്പെടുത്തിയത്. വത്തിക്കാനിൽ സന്ദർശനം നടത്തിയ മാർ റാഫേൽ തട്ടിലിനോടും മാർ പാംപ്ലാനിയോടും വത്തിക്കാൻ അതൃപ്തിയാണ് അറിയിച്ചത്. അതിനാലാണ് സിനഡാനന്തര സർക്കുലറിൽ വത്തിക്കാൻ സന്ദർശനത്തെ പറ്റിയോ മാർപ്പാപ്പയുമായി ആ മുഖാമുഖം നടത്തിയ ആ കൂടിക്കാഴ്ചയെ പറ്റിയോ ഒരു വാക്കുപോലും ഉൾപ്പെടുത്താതിരുന്നത്. പക്ഷെ സിനഡിലൊക്കെ ചർച്ചയായി. ബസലിക്കയിൽ നടന്നു വരുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനാ യജ്ഞത്തെ അവഗണിച്ച് മാർ പാംപ്ലാനി എത്ര കാലം വിമത പ്രീണനമായി മുന്നോട്ട് പോകുമെന്നാണ് വിശ്വാസികൾ കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും മാർപ്പാപ്പ പറഞ്ഞത് കടുത്ത ഭാഷയിൽ, പാംപ്ലാനിയും റാഫേൽ പിതാവും കേട്ടത് അതിലും കടുത്ത ഭാഷയിലൂടെ. അത് സിനഡിലേക്ക് വന്ന് അവതരിപ്പിച്ച് റിപ്പോർട്ട് ചെയ്തത് ഏറെ കടുത്ത രീതിയിൽ. പക്ഷെ സിനഡ് പാംപ്ലാനിയുടെയും റാഫേൽ പിതാവിന്റെയും കയ്യിലെ ഉപകരണമായതുകൊണ്ട് സിനഡിൽ എതിരഭിപ്രായമൊന്നും ഉണ്ടായില്ല. ചിലരൊക്കെ പറഞ്ഞു ഇത് ശരിയായില്ല എന്ന്. പക്ഷേ സിനഡ് തീരുമാനമൊന്നും പുറത്തു വന്നില്ല. എങ്കിലും സത്യമെന്ന് മറന്നിക്ക് പുറത്തു വരുമെന്ന് പോലെ ഇറക്കിയ 4 പേജ് ആ വാർത്താക്കുറിപ്പിൽ, സർക്കുലറിൽ ഈ 18-ാം തീയതി സിറോ മലബാർ സഭയുടെ എല്ലാ രൂപതകളിലും, എല്ലാ ഇടവകകളിലും, എല്ലാ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും എവിടെയൊക്കെ ഞായറാഴ്ച കുർബാന അർപ്പിക്കുന്ന അവിടെയൊക്കെ ചൊല്ലും എന്ന് പറഞ്ഞിരിക്കുന്ന ആ 4 പേജ് സർക്കുലറിൽ എന്താണ് വത്തിക്കാനിൽ ചെന്ന് 2 പിതാക്കന്മാരോടും പരിശുദ്ധ സിംഹാസനം പറഞ്ഞതെന്നോ, എന്താണ് അങ്ങോട്ട് പറഞ്ഞതെന്നോ, എന്തായിരുന്നു ഇങ്ങോട്ടുള്ള മറുപടി എന്നോ, സമവായം വേണ്ട, നിങ്ങൾ ജനാഭിമുഖം നടത്തിക്കൊള്ളൂ എന്നുപോലും അത് പറഞ്ഞു പരിശുദ്ധ സിംഹാസനം. അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വിശ്വാസികൾ പ്രതീക്ഷിച്ചത് സമവായം വേണ്ട, ജനാഭിമുഖം നല്ലതാണെന്ന്
പരിശുദ്ധ സിംഹാസനം വാക്കാൽ പറഞ്ഞത് ഇവരിവിടെ വന്ന് വിളമ്പുമെന്നായിരുന്നു. പക്ഷേ അതിന് പോലും സാധിച്ചില്ല. കാരണം ഈ സർക്കുലറിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വത്തിക്കാനിൽ അയച്ച് അതിന്റെ അനുമതി വാങ്ങിയ ശേഷമാണ് ഇപ്പോൾ മലയാളത്തിൽ രൂപതാ കമ്മീഷൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതരണം ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ കടുത്ത ഭാഷയിലാണ് പരിശുദ്ധ സിംഹാസനം ഈ രണ്ട് പിതാക്കന്മാരെയും അവിടെ നിർത്തി ഏറലാക്കിയത്, നിർത്തി പൊരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് അതേപ്പറ്റി ഒരു വാക്കുപോലും അവർ ഇതിൽ പരാമർശിക്കാത്തത്. എന്തായാലും തങ്കലിപികളിൽ എഴുതപ്പെടേണ്ടതാണ് പരിശുദ്ധ സിംഹാസനം ഈ രണ്ട് പിതാക്കന്മാരുടെയും ചെവിയിൽ ഓതിക്കൊടുത്ത ആ മന്ത്രം. വിശ്വാസികൾ കാത്തിരിക്കുകയാണ് എന്താകും നടക്കുകയെന്ന്, കാത്തിരുന്നു.